ഹായ് ഫ്രണ്ട്സ്, ധനേഷ് സ്പീക്കിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നുമില്ല, ഇപ്പോൾ വേൾഡ് പ്രശസ്തനായ നായകൻ, താരം, ആക്ടർ സാം നീൽ അദ്ദേഹം അന്തരിച്ചു. നിങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ ജെൻസ് കിഡ് എന്നൊക്കെ പറയുന്നില്ലേ, അവർക്ക് എത്രത്തോളം ഇത് ആ ഒരു ഫീലിങ്സ് മനസ്സിലാവില്ലെന്ന് നമുക്കറിയത്തില്ല. കാരണം ഞങ്ങളുടെ 90s പീപ്പിൾസിന് ആ ഒരു 90കളുടെ കാലങ്ങളൊക്കെ ഞങ്ങൾക്ക് വലിയൊരു വസന്തമാക്കി തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ജുറാസിക് പാർക്ക് എന്ന സിനിമ തിയേറ്ററിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറുതിൽ ഫസ്റ്റ് പാർട്ടൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി തിയേറ്ററിൽ കണ്ടിട്ടുള്ളൂ. സെക്കൻഡ് തേർഡ് കണ്ടിട്ടുണ്ട് തോന്നുന്നു, തിയേറ്ററിൽ കണ്ടിട്ടുള്ളൂ. ടി വിയിൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ഈ 90s കിഡ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആൾക്കാർക്കൊക്കെ ഈ സിനിമയൊക്കെ ടി വിയിൽ വരുമ്പോൾ എന്താ പറയുക, ആദ്യമായിട്ട് സിനിമ കാണുമ്പോൾ തന്നെ കണ്ടു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രിയും, പിന്നീട് വീണ്ടും റീവാച്ച് ചെയ്യുമ്പോൾ സമയത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രി, ഡോക്ടർ ഗ്രാൻലീൻ അങ്ങനെ എന്തോ ഒരു ക്യാരക്ടറാണ്, ഓർക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ, ഡോക്ടർ ഗ്രാൻലീൻ അങ്ങനെ ഒരു പേരാണ്. ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ എൻട്രി, തൊപ്പി വെച്ച് വരുന്നൊരു എൻട്രി കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഓറയാണ് നമുക്ക് ഉണ്ടാകുന്നത് അല്ലേ. പക്ഷെ എന്തുകൊണ്ടോ ഈ നമ്മുടെ മനസ്സിൽ ജാക്കി ചാൻ അല്ലെങ്കിൽ ചാർലി ചാപ്ലിൻ, മിസ്റ്റർ ബീൻ അങ്ങനത്തുള്ള ഒരു ഇതിഹാസ താരങ്ങളൊക്കെ, മൈക്കിൾ ജാക്സണൊക്കെ എപ്പോഴും നമ്മുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹം മരിച്ചെന്നറിഞ്ഞപ്പം 78-ാമത്തെ വയസ്സിൽ അല്ല മരിച്ചെന്നറിഞ്ഞപ്പം ജുറാസിക് പാർക്ക് എന്ന സിനിമ എപ്പോഴും ഓർക്കുന്ന 1993 റിലീസ് ചെയ്ത സിനിമ വേൾഡ് ഉണ്ടാക്കിയ കളക്ഷൻസ് ഒന്നും, അത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ദ ലോസ്റ്റ് വേൾഡ് 97 ഇറങ്ങി, മെയിൽ ഇറങ്ങി. അത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തേർഡ് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഇറങ്ങിയെങ്കിലും ഫസ്റ്റ് പാർട്ട് വേൾഡ് ഉണ്ടാക്കിയ ഒരു കളക്ഷൻസ് മറികടക്കാൻ പറ്റില്ല. പിന്നെ അതേ വർഷം 97 നവംബറിൽ റിലീസ് ചെയ്ത ടൈറ്റാനിക്കിനാണ് പിന്നെ അതിൻ്റെ ആലോചിക്കണം, 93 ആ ഒരു പടത്തിൻ്റെ കളക്ഷൻ ബീറ്റ് ചെയ്തത് 97 നവംബർ റിലീസ് ചെയ്ത ടൈറ്റാനിക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേർന്നു.